IT മേഖല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IT മേഖലയിലെ ഒരുവിധം കുതിപ്പുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ബാംഗ്ലൂരാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് IT ബൂം ഉണ്ടായ സമയത്ത് ബാംഗ്ലൂരിൽ ഇത്തരം കമ്പനികളും അതേപോലെ തന്നെ ഇതിനുള്ള സ്പേസും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ അവിടുത്തെ ആ ഒരു സമയത്ത് നിർമ്മാണത്തിൽ വന്നതുകൊണ്ട് തന്നെയാണ് IT മേഖലയിൽ വലിയൊരു കുതിപ്പ് ബാംഗ്ലൂർ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഏറ്റവും മികച്ച രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, IT മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പല IT കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനികളും കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിന്റെ IT മേഖലയിൽ ഏറ്റവും വലിയ കുതിപ്പിനെ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് ആയിട്ടുള്ള ലുലു ടിൻ ടവറിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ലുലു ടിൻ ടവറിന്റെ പ്രൊജക്റ്റിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഇത് IT മേഖലയിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നത് നമുക്കൊന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു എൻട്രി, മൈ നെയിം ഈസ് മുഹമ്മദ് ഷാദ്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള IT ബൂമിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കേരളത്തിലെ 2 ജില്ലകളാണ് ഈ IT മേഖലയിൽ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് എറണാകുളം ജില്ലയും അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയാണ്. ഈ 2 ജില്ലകളിലും മികച്ച രീതിയിലുള്ള IT ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊരു പുത്തനായിട്ടുള്ള ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് ലുലു ടിൻ ടവർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഇത് സ്മാർട്ട് സിറ്റിയിലാണ് ഈ ഒരു പ്രൊജക്ട്, കാക്കനാട് സ്മാർട്ട് സിറ്റിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രൊജക്ട് നിർമ്മാണത്തിലിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബായിട്ട് ഈ ഒരു ലുലു ടിൻ ടവർ മാറാൻ പോകുന്നു എന്നുള്ളതാണ്. 152 മീറ്റർ ഉയരമുള്ള ഈ ഒരു ടിൻ ടവറിൽ 34 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു ബിൽട്ടപ്പ് ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയും ലീസിന് കൊടുക്കാവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ലുലു ടിൻ ടവറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 25,000 മുതൽ 30,000 വരെ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IT-യുടെ ഒരു വികസനത്തിന് ഒരു പുതിയ നായികക്കല്ലായിട്ട് ഈ ഒരു പദ്ധതി മാറാൻ പോകുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലുലു ഗ്രൂപ്പിനെ കുറിച്ച് അല്ലേ. കേരളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഷോപ്പിംഗ് കൾച്ചറിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകളും അതേപോലെ ലുലു മാളുകളൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു കൾച്ചറിലേക്ക് ഒരു വലിയ ചേഞ്ച് വരുത്തിയിട്ടുള്ളതാണ് ലുലു ഗ്രൂപ്പ്. അതേപോലെ തന്നെ IT മേഖലയിലും ലുലു ഗ്രൂപ്പ് തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ IT മേഖലയിൽ കേരളത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലുലു ടിൻ ടവർ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് ഒന്നാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടോമാറ്റിക് റോബോട്ടിക് വെഹിക്കിൾ പാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ് ആണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിലേക്കുള്ള ഒരു യാത്രാമാർഗ്ഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയും ഇപ്പോൾ വാട്ടർ മെട്രോ ഉണ്ട് അതേപോലെ തന്നെ ബൈ എയർ ആണെങ്കിൽ ഉണ്ട്. എല്ലാം ഈ ഒരു കാക്കനാടുള്ള ഈ ഒരു സ്മാർട്ട് സിറ്റിയിലുള്ള ലുലു ടിൻ ടവറിലേക്ക് ഉള്ളത് കൊണ്ട് തന്നെ IT മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റുകളും ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലുലു ടിൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം 1000-ലധികം ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പൂർണ്ണമായിട്ടുള്ള 100% ഫംഗ്ഷനിങ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25,000 മുതൽ 30,000 വരെ ആളുകൾക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് IT പ്രൊഫഷണലുകൾക്ക്. അതേപോലെ തന്നെ ലുലു ഗ്രൂപ്പ് ഇവിടം കൊണ്ടും അവസാനിപ്പിക്കുന്നില്ല. ലുലു ഗ്രൂപ്പ് ലുലു ടിൻ ടവർ പോലെ തന്നെ കാക്കനാട് ഇപ്പോൾ ഈ ഒരു ലുലു ടിൻ ടവറിലൂടെ ഇത്രയും ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇൻഫോ പാർക്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ IT ടവർ, അത് 500 കോടി രൂപ മുതൽ മുടക്കിലാണ് വരാൻ പോകുന്നത്. ഏതാണ്ട് 7,000-ഓളം ആളുകൾക്ക് അവിടെയും തൊഴിൽ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ IT കൾച്ചർ എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, റെവല്യൂഷൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്കൊണ്ട് കഴിയണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ ലുലു ടിൻ ടവറിൻ്റെ ഒരു ഹൈറ്റ് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 152 മീറ്റർ ആണ് ഈ ലുലു ടിൻ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ അത്രയും ഉയരമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ ക്വാണ്ടിറ്റി സർവേയിങ് ആയിക്കോട്ടെ, അവിടുത്തെ BIM എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ടാവുക. അതേപോലെ ഇപ്പം നമ്മൾ ഒരുപാട് ഉയരം കൂടിയ ബിൽഡിങ്ങുകൾ, ഇപ്പോൾ ബുർജ് അൽ ഹിന്ദ് വരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ഉയരം കൂടിയ കെട്ടിടങ്ങൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നിർമ്മാണത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ ഒരു തൊഴിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ കരിയർ അപ്സ്കിൽ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഒരു സ്ട്രക്ചറൽ ഡിസൈൻ പഠിക്കേണ്ട സമയമാണ്, BIM പഠിക്കേണ്ട സമയമാണ്, ക്വാണ്ടിറ്റി സർവേയിങ് പഠിക്കേണ്ട സമയമാണ്. ഇത്തരം മേഖലകളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിം ഒന്ന് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഇതുമായി
ഐ.ടിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപ്സ്കിൽ ചെയ്തുകൊണ്ട് നല്ലൊരു മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കാം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള എന്താ പറയുക എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ കേരളത്തിലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലുലു ടിൻ ടവർ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ IT ഹബ്ബാന്ന് പറഞ്ഞു.